കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിലേക്ക് കേരളത്തിന്റെ കലാകൗമാരം ഒഴുകിയെത്തി. കലോത്സവം കൊടികയറി. തേക്കിൻകാട് മൈതാനത്തും പരിസരത്തുമായി 5 നാൾ നീണ്ടുനിന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം ശരിക്കും ഒരു തൃശ്ശൂർ പൂരത്തിന്റെ അനുഭവം നൽകി. തേക്കിൻകാട് മൈതാനത്തായിരുന്നു കലോത്സവത്തിന്റെ പ്രധാനപ്പെട്ട 3 വേദികൾ. 39 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. 20 സ്കൂളുകളിലാണ് താമസിക്കാനുള്ള സൗകര്യമൊരുക്കിയത്. ഇവിടെ കിടക്കം മുതൽ ചുക്കുവെള്ളം വരെ തയ്യാറാക്കി വച്ചിരുന്നു. കലോത്സവത്തിൽ ഓവറോൾ ജേതാക്കളാകുന്ന ജില്ലയ്ക്ക് സ്വർണ്ണക്കപ്പാണ് സമ്മാനമായിട്ട് നൽകിയത്. മോഹിനിയാട്ടം, കഥകളി, ഓട്ടംതുള്ളൽ, കുച്ചിപ്പുടി, ഭരതനാട്യം, നങ്ങ്യാർകൂത്ത്, ഒപ്പന, മാർഗംകളി, കേരള നടനം, ഗോത്രനൃത്തം, തിരുവാതിര, നാടോടി നൃത്തം തുടങ്ങിയവ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 മിനിറ്റ് ദൈർഘ്യത്തിൽ കലാമണ്ഡലത്തിലെ കലാകാരന്മാരെ അവതരിപ്പിച്ച സ്വാഗതഗാനം ശ്രദ്ധിക്കപ്പെട്ടു. ഇക്കൊല്ലം കലാകിരീടം 1000 പോയിന്റുകളോടെ കണ്ണൂർ ജില്ല കരസ്ഥമാക്കി. മുൻവർഷം ചാമ്പ്യന്മാരായ തൃശ്ശൂരിന് 2ാം സ്ഥാനം കരസ്ഥമാക്കാനേ ഇക്കുറി സാധിച്ചുള്ളൂ. കലോത്സവം ഭക്ഷണവിഭവങ്ങൾ കൊണ്ടുകൂടി ശ്രദ്ധ നേടാറുണ്ട്. പഴയിടം മോഹനൻ നമ്പൂതിരി തന്നെയാണ് ഇപ്രാവശ്യവും കലവറയിൽ നേതൃത്വം നൽകിയത്. കൊങ്കിണി ദോശ എന്ന വ്യത്യസ്ത വിഭവം അടക്കം വിശാലമായ മെനുവാണ് അവിടെ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും ചേർന്നതാണ് കൊങ്കിണി ദോശ. കൂടാതെ ചക്കപ്പഴ കൊണ്ടുള്ള പായസവും ഉണ്ടായിരുന്നു. 24 മണിക്കൂറും ഈ കലവറ പ്രവർത്തിച്ചിരുന്നു. പ്രഭാത ഭക്ഷണം, ഉച്ചയൂണ്, അത്താഴം എന്നിവയാണ് ഇവിടെ ഒരുക്കിയത്. അപ്പം, ഉപ്പുമാവ്, ഇഡ്ഡലി, പുട്ട്, ദോശ എന്നിവയാണ് പ്രാതലായിട്ട് നൽകിയത്. രുചികരമായ ഭക്ഷണം കല പോലെ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന സംഗതിയാണ്. 10,000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു ക്രമീകരണം. പാരിജാതം വേദിയിൽ 3000 പേർക്കും നീലക്കുറിഞ്ഞിയിൽ 2000 പേർക്കും ഇരിക്കാമായിരുന്നു. ഇവിടുത്തെ പ്രധാന വേദികളിൽ കുറഞ്ഞത് 250 പേർക്ക് വരെയും ഇരിപ്പിടമൊരുക്കി. 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആതിഥേയത്വം വഹിക്കുന്ന തൃശ്ശൂർ ജില്ല 850 അംഗ ടീമിനെയാണ് രംഗത്തിറക്കിയത്. കുട്ടികളുടെ സഞ്ചാരത്തിന് 30 ബസ്സുകൾ 24 മണിക്കൂറും സജ്ജമാക്കിയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ താമസ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ ഡ്രൈവർ, 2 വോളണ്ടിയർമാർ, ഒരു റൂട്ട് മാനേജർ എന്നിവർ ബസ്സുകളിലുണ്ടായിരുന്നു. താമസ കേന്ദ്രങ്ങളിൽ നിന്ന് ഭക്ഷണശാലയിലേക്കും അവിടെ നിന്ന് താമസ സ്ഥലത്തേക്കും ഈ ബസ്സുകളിലായിരുന്നു അവർ പോയിരുന്നത്. ഇത്തവണത്തെ കൊടിമരവും ജനശ്രദ്ധ പിടിച്ചുപറ്റി. പെയിന്റിങ്ങും ബ്രഷും വീണയും ഒത്തുചേർന്ന പ്രത്യേക കൊടിമരമാണ് ഇത്തവണത്തെ കലോത്സവത്തിന് വേണ്ടി ഒരുക്കിയത്. കാലടി സംസ്കൃത സർവകലാശാല ശില്പകലാ വിഭാഗത്തിലെ അധ്യാപകനായ NR യദുകൃഷ്ണനായിരുന്നു കൊടിമരം നിർമ്മിച്ചത്. തേക്കിൻകാട് മൈതാനത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥി മോഹൻലാലായിരുന്നു. ജാതി ധരിച്ച് സമ്മേളനത്തിൽ പങ്കെടുത്ത അദ്ദേഹം ഇത് മത്സരമല്ല, ഉത്സവമാണ് എന്ന് സദസ്സിനെ ഓർമ്മിപ്പിച്ചു. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതൊരു മത്സരമല്ല, ഇതൊരു ഉത്സവമാണ്. മോഹൻലാൽ പറഞ്ഞ വാക്ക് തന്നെയാണ് ഈ കലോത്സവത്തെ മുഴുവനായിട്ട് അടയാളപ്പെടുത്താൻ ഉപയോഗിക്കേണ്ടത്. ഇത് മത്സരമല്ല, ഉത്സവമാണ്. അതെ, കലകളുടെ ഉത്സവം.